ഇപ്പൊ നമ്മുടെ ഗുമസ്തൻ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? ഗുമസ്തനായിട്ട് വരുന്നത് ചേട്ടനാണല്ലോ. അതില് കാര്യമൊന്നും റോണി പറഞ്ഞപ്പോഴേ ഇപ്പൊ കഥ മനസ്സിലായി. ഞാൻ പക്ഷെ കമ്മിറ്റ് ചെയ്ത് ഈ കഥക്കല്ല. ഇനി ഞാൻ ഹീറോട്ടൊരു കഥയുണ്ട്, അത് കേൾക്കണോ? വേണോ? ഇപ്പോഴെന്തൊരു ഷവർമ്മ വേണം. ഷവർമ്മ എന്തെങ്കിലും എന്റെ തലയിൽ ബ്ലീച്ച് ഇട്ടിട്ട് പൊളിച്ചതാണ്. അപ്പൊ ഈ ഷൂട്ട് നടക്കുന്നതിനിടയിൽ എന്റെ ഷാജുവിന്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് സീൻ നടക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഇത് അതിനകത്ത് ഇങ്ങനെ ഒരു ഇത്രയും ബോധം ബുദ്ധിയിൽ അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കണത്. ഇന്റർവ്യൂകളുടെ ഒരു ഫോർമാറ്റില് സിനിമയെ പറ്റി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങൾ തന്നെ ഇടൂല. അപ്പൊ അതുകൊണ്ട് ഇത്തിരി തമാശയൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ മനഃപൂർവ്വം കരുതി ഹാസ്യം മെയിൻ കണ്ടന്റ് പണ്ട് തുടങ്ങി സംഭവിക്കുകയും ഒരുപാട് ആളുകളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ഗുമസ്തൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം 5 പേരാണുള്ളത്. ഷാജു ശ്രീധർ, മക്ബൂൽ സൽമാൻ, ജെയ്സ് ജോസ്, അതുപോലെ ബിബിൻ ജോർജ്, റോഡി ചേട്ടൻ. വെൽക്കം. അപ്പോ നമസ്കാരം. ഗുമസ്തനാണ് പുതിയ വിശേഷം. ഈ ഗുമസ്തൻ എന്നുള്ള പേര് സത്യം പറഞ്ഞാൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പേരാണ്. ആ ഒരു പേരിലൊരു നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേര്. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ഗുമസ്തൻ എങ്ങനെയാ? ഭയങ്കര പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളാണോ അതോ ഒരു സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഗുമസ്തനാണോ? പറയൂ ഗുമസ്തൻ. പറയൂ. അതെ, ഓക്കെ. ഇത് ഈ ഗുമസ് അല്പം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഗുമസ്തൻ അതിനകത്ത്. പിന്നെ അറിയാലോ, അദ്ദേഹത്തിന് ഒരു 16-ാമത്തെ വയസ്സ് തൊട്ട് ഗുമസ്തൻ നിങ്ങളുടെ ഗുമസ്തൻ അറിയാലോന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ അറിയാന് അറിയാലോ. അങ്ങനെ അപ്പൊ ഇദ്ദേഹം ഒരു 16 വയസ്സ് തൊട്ട് തോമസ് വക്കീലിന്റെ അപ്പനായ ഗുരുവില്ലയുടെ കൂടെ ഗുമസ്തപ്പണി ചെയ്തു തുടങ്ങിയ ഒരാളാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു 60 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ ദിലീഷ് പോത്തനാണ് തോമസ് വക്കീൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോ ആ എക്സ്പീരിയൻസ് ആണ് മെയിൻലി അയാൾക്ക് ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്ത് ഇത്രയും പ്രഗത്ഭരായ വക്കീൽമാരുടെ കൂടെ നിന്ന എക്സ്പീരിയൻസ് ആണ് മെയിൻലി. അതുകൊണ്ടാണ് അയാൾ ആ കഥ പറയുന്നത്. അല്ല, ജെയ്സ് ചേട്ടനാണല്ലോ ഇതിലെ മെയിൻ ക്യാരക്ടർ. ഇപ്പൊ എനിക്ക് ജെയ്സ് ചേട്ടനെ കാണുമ്പോഴേ ഇപ്പൊ ഗുമസ്തനായിട്ട് വരുന്നത് ചേട്ടനാണല്ലോ. ഓക്കെ, പിന്നെ കാര്യമില്ലേ? ഗുമസ്തനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതില് വളരെ ഇമ്പോർട്ടന്റ് അങ്ങനെ മെയിൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം കഥാപാത്രങ്ങൾ അങ്ങനെയുണ്ട്, സബ്ജക്ട് ആണ്. പക്ഷെ ടൈറ്റിൽ റോൾ എനിക്ക് തോന്നുന്നേ ഇപ്പൊ ജെയ്സ് ചേട്ടൻ ഇടയ്ക്ക് വെച്ചിട്ട് അതായത് ക്രൈം സ്റ്റോറികൾ മാത്രമാണ് ചെയ്യുന്നുള്ളൂ എന്ന്. കാരണം ഇപ്പൊ സിക്കാഡയില് ഉണ്ടായിരുന്നില്ലേ സിക്കാഡയിലെ ക്യാരക്ടർ? അപ്പൊ എന്താ ഈ ക്രൈം ത്രില്ലർ മാത്രമാണോ ചെയ്യുക? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്രൈം ത്രില്ലർ മാത്രമല്ലല്ലോ ചെയ്തത്. അല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2 അടുപ്പിച്ച് വന്നല്ലോ. ലേറ്റസ്റ്റ് ആയിട്ട് പഠിപ്പിച്ചു വന്നതിനകത്ത് ഇതുപോലെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അയാൾക്ക് പോസിറ്റീവ് ഇത് വേറൊരു തലത്തിലുള്ള ക്യാരക്ടർ ആയിരിക്കും. ഇത് നമുക്ക് മറ്റുള്ള സിനിമകളിൽ ജെയ്സ് ഇതുവരെ ചെയ്ത സിനിമകളായിട്ട് കമ്പയർ ചെയ്യാം. അയാളുടെ കരിയറിലെ ബെസ്റ്റ് ആയിരിക്കും. മുഴുമിക്കണോട്ടോ ഞാനേ കമ്പയർ ചെയ്യണ്ട. ഞാൻ വെച്ചാൽ കാണുക വേണ്ടത് അല്ല, മുഴുമിക്കും. കരിയർ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതിനപ്പുറത്തൊരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിരുന്നു, അതായത് ജോജി ചേട്ടന് ജോസഫൊക്കെ കിട്ടിയ പോലെ ഒരു വലിയൊരു ബ്രേക്ക് ആവണം ഇദ്ദേഹത്തിന്. കാരണം നമ്മള് പ്രിവ്യൂ കണ്ടവരാണ്. അത് അത്ര ഗംഭീരമായിട്ട് തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ചെയ്തിട്ടുണ്ട്. ദൈവാനുഗ്രഹിച്ച് അങ്ങനെ തന്നെ വരും. ഇത് അതാണ് അതിന്റെ ഒരു ഇപ്പൊ ഇതിലെ ടാഗ് ലൈൻ തന്നെ ബ്രൂട്ടൽ ക്രിമിനൽ ബിയോണ്ട് ലോ എന്നുള്ളതാ. അതെ. അപ്പൊ ഈ ടാഗ് ലൈനുകൾക്ക് സിനിമയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ ഈ ഒരു ടാഗ് ലൈൻ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് തന്നെ കേട്ടപ്പോ കുറച്ചൊരു സസ്പെൻസ്, അതുപോലെ ഒരു നിഗൂഢത, അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ കൊടുത്തത് ആണോ ഈ ടാഗ് ലൈൻ? 100% ഒരു ത്രില്ലർ മൂവിയാണ്. ഒരുപാട് സസ്പെൻസ് നിലനിർത്തുന്ന ഒരു രീതിയിലാണ് സബ്ജക്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിനൊപ്പം ഫാമിലി ഇൻക്ലൂഡ് ആണ്. ഞങ്ങളൊക്കെ സീരിയസ് ആണ്. വിപിന്റെ ഏരിയ കുറച്ച് പ്ലസന്റ് ഏരിയ, അങ്ങനെ ഹ്യൂമറും ഫാമിലിയും. അസീസിന്റെ ഒരു ക്യാരക്ടറുണ്ട്, ഹ്യൂമർ ക്യാരക്ടർ എല്ലാം പോകുന്നുണ്ട്. രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയക്കാരന്റെ ക്യാരക്ടർ അദ്ദേഹം ചെയ്തിരിക്കുന്നത്.
എല്ലാം ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ക്രൈം ത്രില്ലർ വരുമ്പോ തന്നെ 2 ആസ്പെക്റ്റിൽ നമുക്ക് കാണാം. അതായത് ഒന്നെങ്കിൽ ഒരു സിനിമ വരുമ്പോ നമുക്ക് ഓഡിയൻസിന് മനസ്സിലാവും ഇന്ന ആളാണ് മെയിൻ, ഈ കുറ്റകൃത്യം ചെയ്ത ആളാരാന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. അതേസമയം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കും അറിയില്ല ആരാ ചെയ്തതെന്നുള്ളത്. ഫൈനലിലാണ് എല്ലാം മനസ്സിലാവുക. അപ്പൊ ഗുമസ്തനിലേക്ക് വരുമ്പോ എങ്ങനെയാ നമുക്ക് ആദ്യം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്കും അറിയില്ലേ? സംവിധാനം അറിയില്ല. അതെന്താ ഇതല്ലാതെ ഒരു മൂന്നാമത്തെ ഒരു ആസ്പെക്ട് കൂടി ഉണ്ട്. ഇപ്പൊ കൃഷ്ണൻ എന്ത് പറഞ്ഞ പോലെ തന്നെ ജോർജ് കുട്ടി എങ്ങനെ ചെയ്തു, നമുക്ക് ജോർജ് കുട്ടി ചെയ്യുന്നറിയാം. ദൃശ്യം ജോർജ് കുട്ടി എന്ന് പറഞ്ഞ പിന്നെ പുതിയൊരു പേര് കേട്ട പോലെ ഇപ്പൊ ജോർജ് കുട്ടി മറ്റേ ബോഡി മറവ് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്റിലാണല്ലോ നമുക്ക് മനസ്സിലാവണത്. പുള്ളിക്കാരൻ ഭാര്യയുടെ അടുത്തും അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തും പോലും പറഞ്ഞിട്ടില്ല. ഇത് ആർക്കും പറഞ്ഞുവിടാത്തൊരു സ്ഥലത്താണ് പുള്ളി. അത് വേറെ ആസ്പെക്ട് ആണല്ലോ. അപ്പൊ കൃഷ്ണൻ എന്ത് പറഞ്ഞ 2 മീറ്ററിലും പെടാത്തൊരു പടമായിരുന്നല്ലോ അതൊന്നും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പറഞ്ഞല്ലോ ആരാണ് ചെയ്യുന്നത് നമുക്ക് പ്രേക്ഷകർക്കും അറിയില്ല, അങ്ങനത്തെ ആർക്കും എന്താണ് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അതുമല്ലാതെ ഇതിനകത്ത് വരുന്നത് അങ്ങനത്തെ ഒരു ജോണർ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ 2 അല്ല, അങ്ങനെയാന്ന് പറയാല്ലേ. നിങ്ങൾ പറഞ്ഞ 2 ജോണറിലും പ്രേക്ഷകർക്കും മനസ്സിലാവില്ല, ഒന്നും പിടികിട്ടാത്ത അവസ്ഥയാണോ? പൊതുവേ നമ്മളിപ്പോ കോടതി വ്യവഹാരങ്ങൾ കോടതിയിൽ നിരന്തരമായിട്ട് കയറിയിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു കോടതിയിൽ ചില വക്കീലന്മാർ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കോടതിയിൽ ഇരിക്കുന്ന വ്യക്തി വെച്ച് ഗുമസ്തനായിരിക്കും. അപ്പോൾ ഒരു വക്കീലിന് ഇത്രയും കേസുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ദിവസവും അതിന്റെ ഹിയറിംഗ് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ക്ലയൻസിനെ വിളിച്ചു പറയുന്നത് ഗുമസ്തനായിരിക്കും. ഇപ്പൊ ഗുമസ്തന് അറിയാം ഒരു കേസ് നമ്മൾ വിസ്താരം നടക്കുമ്പോഴേ ചില ഗുമസ്തന്മാർക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാണ്, ഈ പ്രതിക്ക് എത്ര കിട്ടും, എത്ര ശിക്ഷ കിട്ടും എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പൊ ഇയാളുടെ 16 വയസ്സ് മുതൽ ഇയാളുടെ ഒരു 10-35 വർഷമായിട്ട് ഇയാൾ പല പല വ്യവഹാരങ്ങൾ കാണുകയും പല പല കോടതി കേസുകൾ കാണുകയൊക്കെ ചെയ്തിട്ട് ഒരു ക്രൈം നടത്തണം എന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെ നടത്തണം എന്ന് വ്യക്തമായിട്ട് ധാരണയുള്ള വ്യക്തിയാണ് ഈ ക്യാരക്ടർ. നടത്തിയെന്നല്ല, മനസ്സിലായി. അതാണ് അതിന്റെ ഒരു റോണി പറഞ്ഞപ്പോഴേ ഇപ്പൊ കഥ ഇതിപ്പോ പറഞ്ഞു വരുമ്പോ എനിക്ക് എന്താ അറിയോ, ഇപ്പൊ താക്കോൽ എവിടെ ഇരിക്കുന്നത്? അതല്ല എന്താ അറിയോ, റോണി ചേട്ടൻ പറഞ്ഞു വരുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഗുമസ്തനാണ് ശരിക്കും ക്രൈം ചെയ്തത് എന്നുള്ള രീതിയിൽ തോന്നുന്നു. ആണോ? ഞാൻ പറഞ്ഞത് പാടില്ല. ഗുമസ്തൻ എന്ന് പറഞ്ഞ് നമ്മള് കോടതി പോയിട്ടുണ്ട്, എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കോടതിയില് ഇതില് എനിക്ക് തോന്നുന്നു റിയാസിക്കയും ഇതിന്റെ ഡയറക്ടർ അമലിനേട്ടനും എല്ലാവരും കഥ പറഞ്ഞപ്പോ അവരവരത് ഹീറോ. എന്നോട് കഥ പറഞ്ഞപ്പോ ഇത് പുള്ളി ഹീറോ ആയിട്ടുള്ള കഥ പുള്ളി പറഞ്ഞു. ഇനി ഞാൻ ഹീറോ ആയിട്ടൊരു കഥയുണ്ട്, അത് കേൾക്കണോ? വേണോ? ഞാൻ ഹീറോ കഥയുണ്ട്, ഞാനും ഉണ്ട്. ഇതിലൊക്കെ ഞാൻ സെക്കൻഡ് ഹീറോ, എല്ലാ കഥയിലും ഞാൻ സെക്കൻഡ് ഹീറോ. നിന്നോട് ഞാൻ സെക്കൻഡ് ഹീറോ എല്ലാവരുടെ കഥയിലും ഓക്കെ. അപ്പൊ ശരിക്കും ഈ ഒരു സിനിമയില്ലേ ക്രൈം ത്രില്ലർ ആണ്, പക്ഷെ ഇതില് എന്തെങ്കിലും കോമഡി ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ കോമഡി ഞങ്ങൾ ഈ ഇരിക്കുന്നത് മാത്രമാണ്. ആണ്. അല്ല ഇപ്പൊ നിങ്ങൾ ചിരിച്ചു കളിച്ചിരിക്കുന്നുണ്ട് സിനിമയില് കുറച്ച് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മള് കോമഡിക്ക് വേണ്ടി ഫ്ലോയില് കോമഡിക്ക് വേണ്ടി കോമഡി വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, കുറച്ച് ആഡ് ചെയ്യണം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്യണ്ട, ഞാൻ ചോദിച്ചതുള്ളൂ. പൊതുവെ ക്രൈം ത്രില്ലറിലെ ചില ബിബിന്റെ ഏരിയ ഭയങ്കര പ്ലസന്റ് ആണ്. ബിബിൻ ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ ആണ്, പാടുന്ന വ്യക്തി. ബിബിന്റെ ഏരിയ ഭയങ്കര പ്ലസന്റ് ആണ്. ബിബിൻ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഞാൻ അത്ര അതിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. അതെ, പിന്നെ ബിബിൻ അമ്മയും മോനും തമ്മിലുള്ള ഒരു ഭയങ്കര സ്നേഹവും. ശരിക്കും ലൊക്കേഷനിൽ നിങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു, എല്ലാരും ഭയങ്കര ജോളിയായിട്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ സൈലൻസ് എന്ന് പറയുമ്പോ മാത്രം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ബഹളക്കാരനും നിങ്ങളെ കൊണ്ട് ശല്യം. ഇത് മറ്റേ സ്വാതന്ത്ര്യം കൂടി ഒരു ദിവസം കാര്യമായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഷൂട്ട് നടക്കുന്നതിനിടയിൽ എന്റെയും ഷാജുവിന്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് സീൻ നടക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ എന്തോ ഇമ്പോർട്ടന്റ് ഡയലോഗ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നേരത്തെ ഇങ്ങനെ ഇത്രയും ബോധം ബുദ്ധിയില്ലാതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണത്. വീണ്ടും അടുത്തത് നമ്മൾ വീണ്ടും എന്തോ പരിപാടി, ചേട്ടൻ ഉറപ്പാണോ എന്ന് ചോദിക്കണം. ഞാൻ ആരാണ് എന്താണ് നമ്മളൊരു സൈലൻസ് പറയാൻ പാടില്ലെന്ന് ചോദിക്കണം. അപ്പൊ എന്താ സ്മിനി ചേച്ചി അപ്പുറത്ത് റീല് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പിന്നെ അമല് പറഞ്ഞു ബുദ്ധിമുട്ടാവില്ല, ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് ഈ റീല് ഷൂട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഷൂട്ട് ചെയ്താൽ പോരെ. എന്നാ പിന്നെ അങ്ങനെ മതിയല്ലേ, എന്നാ പിന്നെ അങ്ങനെ മതി. അയ്യോ നിങ്ങൾ അവിടെ ഷൂട്ടിംഗ് നടക്കണത് നമ്മൾ അറിഞ്ഞില്ല, നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കാം. അത്രയും ഫ്രീഡായിരുന്നു. ഏറ്റവും ഭയങ്കര കോമഡി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്?
അതായത് എന്തെങ്കിലും അബദ്ധം പറ്റിയതോ അങ്ങനെ എന്തെങ്കിലും? ഇതാണ് നിങ്ങളുടെ നിങ്ങൾ പറയാം. ഏറ്റവും വലിയ കോമഡി ബ്ലീച്ച് ചെയ്ത ഷാജു ചേട്ടൻ എന്തോ പറയാനുണ്ട്, എന്തോ ചിന്തിക്കുന്നുണ്ട് കാര്യമായിട്ട്. മേക്ക് ഓവർ ആയിരുന്നു ഏറ്റവും വലിയ കോമഡി. പറഞ്ഞു ആദ്യമേ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ കാണുന്ന നല്ല രസമായിട്ടുള്ള ഒരു മേക്ക് ഓവറും കാര്യങ്ങളും ആയിരുന്നു ആദ്യം. പക്ഷെ പുള്ളിയുടെ വീടിന്റെ അടുത്തുള്ള ഏതോ ആത്മാർത്ഥതയുടെ ക്യാരക്ടർ ആവാൻ വേണ്ടിയുള്ള ആത്മാർത്ഥതയ്ക്ക് ഡയറക്ടർ ഞെട്ടിച്ച് കളയാന്ന് പറഞ്ഞ് പോയിട്ട് ചെയ്തായിരുന്നു താടിമുടി. ആ വർഷത്തെ ക്രിസ്മസ് പപ്പേരെ പോലെ ഇരുന്നേച്ച്, അതായത് താടി മുടിയൊക്കെ വെള്ള ഓറഞ്ച് ആദ്യം ഓറഞ്ച് 3 കളർ വന്നായിരുന്നു. അതിൽ ഏത് കളറാണ് ആദ്യം പറഞ്ഞത് ഞാൻ മറന്നുപോയി. അതുപോലെ തലയൊക്കെ പൊള്ളി ബിബി വരുന്നത് ചേട്ടൻ ഷവർമേടെ മണം. അതെന്താ മാംസം ഞാൻ പറഞ്ഞപ്പോൾ എന്തൊരു ഷവർമയുടെ മണം. ഷവർമ എന്തോടാ എന്റെ തലയിൽ ബ്ലീച്ച് ഇട്ടിട്ട് പൊള്ളിച്ചതാണ് ഏതോ തള്ളാന്ന് പറഞ്ഞു. ഇത് സത്യത്തിൽ അവിടെ സംഭവിച്ചാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് ഗംഭീര മേക്ക് ഓവറായിട്ട് അദ്ദേഹം ചെയ്തു. ആ ക്യാരക്ടറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ആവേശവും കാര്യങ്ങളും. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, എന്റെ ഈ പടത്തിന് വിളിച്ചതിനെ അറിയാം. നമ്മള് കൂട്ടായിട്ടൊരു പടം ചെയ്യുന്നു. അപ്പൊ പേയ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഞാനൊരു ഇതങ്ങ് തരും. രാവിലെ തലക്കറി പുട്ടും രാവിലെ നമ്മള് അത് കഴിഞ്ഞൊരു 11 മണിയാകുമ്പോ ഞാൻ കുറച്ച് ജ്യൂസും ചില പൊള്ളിച്ച മീനൊക്കെ ആയിട്ട് ഞാൻ വരും. ഉച്ചയ്ക്ക് എല്ലും കപ്പി പിന്നെ വേറെ ചോറ് കാര്യങ്ങള്. 4 മണിക്ക് വൈകുന്നേരത്തിന് ഡ്രിങ്ക്സ് കഴിക്കുമെങ്കിൽ അതങ്ങനെ, അതല്ലെങ്കിൽ നമുക്കിത് വറുത്തരച്ച ബീഫ് എന്നൊക്കെ പറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യാം, രസം. ഉച്ചയാകുമ്പോൾ 2 ഷോട്ട് എടുത്ത് നമ്മൾ റിലാക്സ് ചെയ്യുന്നു, നമുക്കൊരു യാത്ര ഇടയ്ക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ സിനിമയിൽ വന്നത്. വന്നു കഴിഞ്ഞ് ഞാൻ എല്ലും കപ്പ ഞാനായിരുന്നു. അതായത് വന്ന് കയറിയപ്പോ തുടങ്ങിയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 50 ദിവസം. പിന്നെ അത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ചില ഏരിയകൾ നമ്മൾ ചെയ്തത് ശരിയായോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ റീഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 2-3 ദിവസം. അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് ജോലി രാവിലെ 6 മണിക്ക് തുടങ്ങിയിരുന്ന ജോലിയാണ്. പക്ഷെ നമുക്ക് അത് ചെയ്യുന്ന അറിയില്ല. കാരണം പിന്നെ ഷാജുവേട്ടൻ പറയാൻ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം വെച്ചാല് നമ്മുടെ ആത്മാർത്ഥ കൂടുതൽ കാരണം നമ്മൾ ഇൻ കേസ് എങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോലും ചിന്തിച്ചിട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരെയാണ് കാരോൺ ഇട്ടിരുന്നത്. ഞാൻ അബദ്ധവശാൽ പോലും അങ്ങോട്ട് പോരെന്ന് വെച്ച് പേടിച്ചിട്ട് അങ്ങനെ കാരോണിനെ വെച്ച് ചേട്ടാ പോണോ റെസ്റ്റ് എടുക്കണോ. എവിടെയാണ് ഈ പടത്തിലെ സസ്പെൻസ് ആ കാരോണായിരുന്നു. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്നാരും കണ്ടിട്ടില്ല. നാട്ടുകാര് കണ്ടിട്ടുണ്ട്, കാശ് പോയിട്ടുണ്ട്. ചിലരൊക്കെ ഇതുണ്ടെന്ന് അറിഞ്ഞ ഇന്നാ ഞാൻ ഇന്ന് അറിഞ്ഞ കാരോൺ ചേട്ടന്റെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ഇടയിൽ കാര്യവും പറഞ്ഞു പോകണല്ലോ, അതുകൊണ്ട് പറയാം. അതായത് ഈ സിനിമ കാണുമ്പോൾ നമ്മളിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ അതായത് കഥ എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ സിനിമ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ എൻട്രി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ എൻട്രിയോട് കൂടി ഈ സിനിമ ലിഫ്റ്റ് ആവുകയാണ്. അവിടെ നിന്ന് തുടങ്ങി കഥയിലേക്ക് നമ്മൾ ഗ്രിപ്പായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ വെറുതെ മോശമല്ല, ഞാൻ കണ്ടുകൊണ്ടാണ്. ഞാൻ പറയുന്നത് പ്രിവ്യൂ കണ്ട ധൈര്യത്തിലാണ്. അതായത് സിനിമ ഞാൻ ടോട്ടാലിറ്റി വിത്ത് RR കണ്ടു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പറയാം. കാരണം അപ്പൊ ചേട്ടന്റെയും ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ശരിക്കും ഇദ്ദേഹത്തിന്റെ ഒരു ഈ പറയുന്ന ഇതിന്റെ ഹീറോയും ഇദ്ദേഹം തമ്മിലൊരു ഗ്രിഡ്ജുണ്ട്. എന്താ പറയുന്ന ഒരു ഒരസലുണ്ട്, ഒരു തഗ്ഗുണ്ട്. ആ തഗ്ഗിലാണ് ഈ സിനിമ മൊത്തം നല്ല ടൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഷാജു ചേട്ടന്റെ ക്യാരക്ടർ അടിപൊളിയാന്ന് മനസ്സിലായി. ഈ ക്യാരക്ടറിന്റെ പേരെന്താ വരുന്നത്? ക്യാരക്ടറിന്റെ പേര് ശിവരാമൻ. ശിവരാമൻ. അത് സസ്പെൻസ് ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. ത്രില്ലർ പടം ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആലോചിക്കണേ. അങ്ങനെ അതെ. ഇപ്പല്ലേ നമ്മള് ഈ അതായത് ഇപ്പോഴത്തെ ഓഡിയൻസിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം ത്രില്ലർ മൂവീസ്. അപ്പൊ അവര് മലയാളം മാത്രമല്ല എല്ലാ ലാംഗ്വേജസും കാണുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ ഞാനടക്കമുള്ള പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്തെങ്കിലും പുതുതായിട്ട് വേണം സിനിമയില്, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ തരാം. അപ്പൊ ഗുമസ്തനിൽ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് വളരെ നോർമൽ കഥയായിട്ടാണ് ഞങ്ങൾ കമ്മിറ്റ് ചെയ്തത്. അങ്ങനെയല്ല, എല്ലാം പുതുതായിട്ടാണ്. ഈ പറയുന്ന സംവിധായകൻ അയാളുടെ റിലീസാവുന്ന ഫസ്റ്റ് സിനിമയാണ്. റൈറ്റർ പുതിയ ആളാണ്, പ്രൊഡ്യൂസർ പുതിയ ആളാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന മ്യൂസിക് ഗംഭീരമായി ചേർന്ന് ഒരു രക്ഷയില്ലാതെ ചേർന്ന് അവര് പുതിയ ആൾക്കാരാണ്. പിന്നെ സ്റ്റീഫൻ ദേവസി മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ബാക്കി എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. എല്ലാവരും അവരുടെ സ്പേസ് അസലായിട്ട് ചെയ്തു വന്നിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇവർ കണ്ടു എന്ന് പറയുന്ന സമയത്ത് ഇവരൊരിക്കലും ഒരു സെക്കൻഡ് പോലും ബോറടിക്കുന്ന രീതിയിലില്ല എന്നുള്ള അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഹാപ്പി. ഞാൻ കണ്ടിട്ടില്ല, അവരെല്ലാം പ്രിവ്യൂ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ സ്വീകരിക്കുന്നുള്ള സ്വീകരിക്കും. ഞാൻ ചോദിച്ചെന്താ വെച്ചാല് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയ എക്സ്പെരിമെന്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അല്ല, എനിക്കിതിൽ തോന്നിയേക്കുന്ന വേറൊരു ഹുക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ദൃശ്യം ഇത്രയും വലിയ ആളുകൾ സ്വീകരിക്കാനുള്ള ഒരു കാര്യം അതിന്റെ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആയിരുന്നു എന്നുള്ളതായിരുന്നു. കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെയും ഒരു ഡിഫറെന്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഫാമിലി ഇമോഷൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ. അച്ഛൻ മകൻ ബന്ധം, അമ്മ മകൻ ബന്ധം, അതേപോലെ തന്നെ സൗഹൃദങ്ങളിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം ഈ പടത്തിൽ നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കാം, അങ്ങനെ ഒരു ഹുക്കിംഗ് പോയിന്റ് തന്നെയായിരിക്കാം ഗുമസ്തന്റെയും USP. ഇപ്പൊ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ ഒരു കഥ പശ്ചാത്തലം കൊണ്ട് ചർച്ച ചെയ്യപ്പെടും. അതായത് ചില സിനിമകൾ ഉണ്ടാവില്ലേ, റിലീസ് ആയി കഴിഞ്ഞാല് അതിലെ കോണ്ടന്റ് വൈസ് ഭയങ്കര ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഈ കഥ ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടും അങ്ങനെ? ചർച്ച ചെയ്യപ്പെടും. കാരണം ഞങ്ങള് ഇങ്ങനെയൊരു ചെറിയൊരു സിനിമ ഉണ്ടാവാൻ ഒരുപാട് പാടാണ്. കാരണം ഞങ്ങൾക്കിപ്പോ ബിബിനെ പോലെ ഒരാള് നമുക്ക് ഹീറോ ആയിട്ട് നമുക്ക് നമ്മുടെ സൗഹൃദത്തിന്റെ ഇതിന്റെ പുറത്തൊക്കെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഓണത്തിനും ബാഡ് ബോയ്സ് ഒക്കെ സിനിമ റിലീസാണ്. അപ്പൊ അതുപോലൊരാള് നമുക്ക് കിട്ടുകയും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും വന്ന് സഹകരിക്കുകയും ഇപ്പൊ കണ്ണൂർ സ്പോട്ട് മൂവി കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കാം. എല്ലാവരും വന്ന് വളരെ ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ പോലും ഇനി ഇതായിരിക്കുന്ന പുറകിലിരിക്കുന്ന നമ്മുടെ ദിലീഷ് പോത്തൻ ചേട്ടൻ, എല്ലാവരും വന്ന് ഇതിനകത്ത് ഇതൊക്കെ സൗഹൃദങ്ങൾ തന്നെയാണ്. മക്ബുല് പറഞ്ഞു തമിഴ് സിനിമ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു ചെറിയ സിനിമ ഇത്രയും വലിയ ഗ്രാഫിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. ഇത് ഫൈനലായപ്പോ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് സംഭവമല്ല. ഞങ്ങൾ പരസ്പരം പറയും, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ചെറിയ സിനിമ, ജയ്സ് ബാക്കിയുള്ളവരെല്ലാം ഒരു പ്രധാന വേഷം ചെയ്തൊരു സിനിമ എന്ന് പറഞ്ഞ് കൂടിയതാണ്. പക്ഷെ ഇതൊരു വലിയ സിനിമയായി പാൻഡോ യൂസഫ് കമ്പനി അവര് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നു. അപ്പൊ ഞങ്ങള് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ പ്രേക്ഷകര് ഹാപ്പി ആവുന്നുള്ള വിശ്വാസത്തിലാണ്. ഈ പറഞ്ഞ പോലെ ദൃശ്യത്തില് ജോർജ് കുട്ടീനെ പോലെ ഇനി ഗുമസ്തൻ ഇനി ഭാവിയിൽ കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ അതുപോലെ ഇനി ഒരു പക്ഷെ പറയണം അങ്ങനെ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് കറന്റ് ഇഷ്യൂ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ? അതായത് കറന്റ് ഇഷ്യൂ മീൻസ് അതായത് സമകാലികമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട്, സമകാലികം മീൻസ് യഥാർത്ഥത്തിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് അങ്ങനെ നടന്ന സംഭവമായിട്ടൊന്നുമില്ല, ഫിക്ഷൻ ഒരു കണക്ഷൻ പോലും ഇല്ല. അപ്പൊ ഉണ്ട്, അതിലെന്തുണ്ട്? ഇല്ലില്ല, മുഖത്തൊരു മുഖത്ത് കാണുന്ന കള്ളലക്ഷണം ജന്മനുള്ളത്. അല്ലെ, സിനിമയെ പറ്റി ചർച്ചകൾ ഉണ്ടാവും, അതിന്റെ വിഷയങ്ങളെ പറ്റി ചർച്ച ഉണ്ടാവില്ല. അല്ല, ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇങ്ങനെ നമ്മള് യഥാർത്ഥ സംഭവത്തിനൊക്കെ ആസ്പദമാക്കിയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കാം. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഇതില് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം വലിയൊരു ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് പണ്ട് തുടങ്ങി സംഭവിക്കുകയും ഒരുപാട് ആളുകളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലേ? അല്ല, ഞാൻ ഇപ്പോഴത് ഓർത്ത, നേരത്തെ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ ഒരുപാട് ആളുകളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഈ ചോദിച്ചത് ഒരു പ്രത്യേക ഇൻസിഡന്റ് അല്ല, അതാ ഞാൻ പറയുന്നത്. അത് ഒരുപാട് ആളുകളുടെ ഇപ്പൊ തന്റെയും ജീവിതത്തിലൂടെ ചിലപ്പോ കടന്നു പോയിണ്ടാവും, എന്റെ ഉണ്ടാവും, ഇവരുടെ ഉണ്ടാവും, എല്ലാവരും നമുക്ക് കാണുമ്പോ തോന്നും നമുക്കൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമുക്കിപ്പോ പ്രധാന ഇപ്പൊ എഡിറ്റിംഗ് മനസ്സിലായില്ല, ചില പോർഷൻസ് അപ്പുറം ഇപ്പുറം പറഞ്ഞു, അതൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കുറെ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഈ ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് വന്ന് കാണാൻ പറ്റില്ല. ഫാമിലി ക്രൈം ത്രില്ലർ എടുത്ത് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ ഈ ഗുമസ്തൻ എന്നുള്ള പേര് കേൾക്കുമ്പോ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ ഫുൾ ലോ മാത്രമാണ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയെന്ന്. ശരിക്കും ലോ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. എന്നാലും ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ നിയമത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മള് ലോ ബഡ്ജറ്റിലാണ് തുടങ്ങിയത്. അതാണ് എനിക്ക് ചിരിക്കാൻ ചിരിച്ചോട്ടെ, പിടിച്ചോക്കണ്ട. അല്ല, ശരിക്കും ഇപ്പൊ അങ്ങനെ ഉണ്ടോ ലോ ബേസ്ഡ്? അങ്ങനെയൊന്നും ലോ എന്ന് വെച്ചാൽ പുള്ളി ഗുമസ്തനാണ്. അത് തന്നെ അത് ശരിക്കും പറഞ്ഞത് പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഓർമ്മ വന്നത്.
പുള്ളി നിയമാനുബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുള്ള ആ കാര്യം ഗുമസ്തനാണല്ലോ. ആദ്യം കുറച്ച് സീരിയസ് ആയിട്ട് അത് പൊളിക്കാൻ വേണ്ടി ഞാൻ സീരിയസ് ആയിട്ട് ആദ്യം കഥ പറഞ്ഞപ്പോ ജഡ്ജി ആയിരുന്നു, പിന്നെ പുള്ളി പറഞ്ഞു വേണ്ട വേണ്ട കുറച്ചുകൂടി അങ്ങനെ വക്കീലായി. വക്കീലായി. അപ്പൊ കുറച്ചുകൂടി ലോ ലോ അപ്പൊ ലോ ലോ ഉണ്ട്, പല രീതിയിൽ എടുക്കാലോ അങ്ങനെ പറയാം, പല ലോ ഉണ്ടല്ലോ. ഓക്കെ, എനിക്ക് ഷാജു ചേട്ടനെ കാണുമ്പോ എനിക്ക് സംസാരിക്കുമ്പോ ഞാൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര കോമഡി ക്യാരക്ടർ ഭയങ്കര ചെറുപ്പം തൊട്ടല്ലേ? ഭയങ്കര അല്ല, എനിക്കിങ്ങനെ സംസാരിക്കുമ്പോ സൗണ്ട് കേൾക്കുമ്പോ ഞാൻ അതെങ്ങനെ വണ്ടറടിച്ച് ആദ്യം തന്നെ നോക്കിയിരുന്നിരുന്നത്. എന്താ പറഞ്ഞ വണ്ടറടിച്ചു വണ്ടറടിച്ചിട്ട് മണ്ണനല്ല വണ്ടർ. ഇപ്പൊ നമ്മള് എങ്ങനത്തെ ക്യാരക്ടർ ചെയ്താലും ആൾക്കാരുടെ മനസ്സിൽ ഒരു കോമഡി ക്യാരക്ടർ ആയിട്ട് അത് മാറും. അത് ഈ പടത്തിൽ സിനിമയോട് കൂടി മാറും. ഫീൽഡിൽ ഔട്ടാവുന്നല്ല ഉദ്ദേശിച്ചത്. എനിക്ക് ബിബിനൊക്കെ എനിക്ക് കൂടുതലും എനിക്കും ബിബിനൊക്കെ ആയിരിക്കും. നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഹ്യൂമറാണ്. നമ്മുടെ കയ്യിൽ കിടക്കുന്ന സാധനം ഹ്യൂമർ. എന്ത് പറഞ്ഞാൽ അതൊരു ഹ്യൂമർ ലൈനിലേക്ക് ചിന്തിക്കുന്ന ആൾക്ക് എല്ലാവരും ഹ്യൂമർ സെൻസ് ഉണ്ടെങ്കിലും നമ്മൾ മിമിക്രി ബേസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഈ പറയുന്ന രീതിയിൽ നമുക്ക് സീരിയസ് വേഷങ്ങളോട് കുറച്ചുകൂടെ അടുപ്പം കൂടുതൽ നമുക്ക് തോന്നും. മറിച്ച് ഇപ്പൊ ജയ്സിന് ഇപ്പൊ റോഡ് ചെയ്യുമ്പോ ചോദിച്ചാൽ അവർക്ക് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. തീർച്ചയായും അപ്പൊ അതുപോലെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്നത് ഹ്യൂമർ വർക്കായ അതിന്റെ മൈലേജ് വേറൊന്നും ഭീകരമായിട്ടുള്ള സത്യം. അതെ, ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞോണ്ട് ചോദിക്കുക, അതായത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഒരേ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കൂടുതൽ ഇപ്പൊ ഹ്യൂമർ ആയി അല്ലെങ്കിൽ ഇപ്പൊ ഒരു വില്ലനായിട്ട് ചെയ്തു, അങ്ങനെ ഉണ്ടോ ശരിക്കും? അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലാതെ സംവിധായകർക്ക് അത് തോന്നും, ഓക്കെ ഇയാൾക്ക് ഈ സാധനം കൊടുത്ത സേഫ് ആണല്ലോ, മറ്റേ ഇതിനകത്ത് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ചെയ്തതല്ലേ, അപ്പൊ പുള്ളിയുടെ കൊടുത്ത സേഫ് ആണല്ലോ എന്നുള്ളപ്പോ ഒരു ഡയറക്ടറിന് അത്രയും ഭാഗം സേഫ്, ഒരു 10-15 സീൻ ഉണ്ടെങ്കിൽ ഡയറക്ടർ അത്രയും ഭാഗം സേഫ് ആവണല്ലോ. പുള്ളിയുടെ കൊടുത്തു, നമുക്ക് ആ ബേർഡൻ ഒഴിവായി. ഒരു നല്ല ആക്ടർ എന്ന് വെച്ചാല് ചില്ലറ കാര്യമല്ല അത്. ഒരു നല്ല ആക്ടർ ഇപ്പൊ വരിക, അത് കൺവിൻസിംഗ് ആയിട്ട് കഥാപാത്രം ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞാല് ചെറിയ കാര്യമേ ഇല്ല. കാരണം അത് പടത്തിന്റെ പല തോതിലുള്ള വിജയപരാജയ സാധ്യതകളെ ബാധിക്കും. നമുക്കറിയാലോ പല ആക്ടേഴ്സും. അതുകൊണ്ടാണ് നമ്മളിപ്പോ വിൻസെന്റ് ഗോമസ് എന്ന് പറയുമ്പോൾ ഒരാൾ സൂപ്പർ സ്റ്റാർ വന്നത് അതുകൊണ്ടാണ്. GK ഒരാള് വേറൊരാള് സൂപ്പർ സ്റ്റാർ വന്നത് അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ അവർക്ക് അത് അത്ര മനസ്സിലായോ? ജി കൃഷ്ണമൂർത്തി, ന്യൂഡൽഹി. വിൻസെന്റ് ഗോമസ് രാജുവിന്റെ മകൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ക്യാരക്ടർ അതിന് പുറമെ എനിക്ക് വേറെ ആൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സംസാരം പോലും ഇല്ല, അതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഹീറോസിനെ എപ്പോഴും മാറ്റി മറിച്ച് ഞങ്ങളെ കുറെ ഡോക്ടർ പള്ളിയിലാണെങ്കിൽ നമ്മൾ ബിഷപ്പായിട്ട് നിൽക്കുന്നു, മറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ചേട്ടൻ സ്ഥിരം ഇതിലെല്ലാം പോലീസ് അയ്യപ്പനും പോലീസ് ഇതൊക്കെ പോലീസല്ല, നമ്മൾ ഇപ്പോഴും ഞാൻ ഹോസ്റ്റലിൽ SI ആയിട്ട് ചെയ്യുന്നത്. അല്ല ഇതാ ഇതില് വ്യത്യാസമുണ്ട്, IG ആണോ? പക്ഷെ അത് എനിക്കൊരിക്കലും ഞാനങ്ങനെ പോലീസ് ബോഡി ലാംഗ്വേജ് ഉള്ള ആളല്ല. ആക്ച്വലി പോലീസ് ആയിട്ട് വന്ന പിന്നെ ഇങ്ങനെ നായകൻ അടിക്കണമെങ്കിൽ ആദ്യം ജേസിനെ നായകൻ അടിക്കാനുള്ള ആരാ അടക്കം വിളിക്കുന്നു, അടിമേടിക്കുന്നു, തിരിച്ചു വരുന്നു. പിന്നെ അടുത്ത പടത്തിൽ പോകുന്നു, അടിമേടിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ ശരിക്കും ആ ഒരു സിസ്റ്റം മാറേണ്ട സമയം, അതായത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. നമ്മള് ഒന്നെങ്കിൽ നമ്മള് അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പോ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ മാറി നിൽക്കേണ്ടി വരും. നമുക്ക് അപ്പൊ കുടുംബം പട്ടിണിയാണ്. നമ്മൾ വീണ്ടും പോയി ചെയ്യും. പിന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അതെ ഭാഗ്യത്തിന് ഇങ്ങനെ കിട്ടുക, അത്രേ ഉള്ളൂ. ഒരു വേഷം മാറി കിട്ടണം. പിന്നെ ബ്രോണി നേരത്തെ പറഞ്ഞ എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനാണ്. പക്ഷെ ഒരു കഥ എഴുതുന്ന ഒരാള് അല്ലെങ്കിൽ ഡയറക്ടർ അവരുടെ മനസ്സിൽ ഒരു പടങ്ങൾ കണ്ട് നേരത്തെ പറഞ്ഞവര് ഇയാള് അപ്പൊ പോലീസ് അപ്പൊ പുള്ളിനെ വിളിക്കാം, അല്ലെങ്കിൽ വന്ന് ഇരിക്കണം, ഓക്കെ അപ്പൊ പുള്ളിയെ വിളിക്കാം. ഇതെല്ലാം ബ്രേക്ക് ചെയ്യുന്ന സംവിധായകരാണ് സത്യത്തിൽ. സംവിധായകന്റെ ധൈര്യമാണ് ഒരു സൂപ്പർ സ്റ്റാർ, ഒരു നല്ല നടൻ. മനസ്സിലായോ? ഇപ്പൊ ചില കാസ്റ്റിംഗിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും വില്ലനം ചെയ്തിരുന്ന ആളാണ് ബാബുരാജേട്ടൻ. ബാബുരാജേട്ടന്റെ സോൾട്ട് ആൻഡ് പെപ്പറിൽ അങ്ങനെ ഒരു ഹ്യൂമർ കൊടുക്കാൻ രാജേട്ടൻ എന്തുകൊണ്ട് ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരിക്കലും അത് നമുക്ക് അതിനു മുമ്പ് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു സംവിധായകനാണ് അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിസ്റ്റം മാറ്റേണ്ട ആളാണ്. ഇപ്പൊ നമ്മുടെ ഗുമസ്തൻ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെയല്ല ചോദിച്ചത്, അതായത് ഓരോ ഫിലിമും ഓരോ മെസ്സേജുകൾ കൊടുക്കൂല, അതുപോലെ ഞങ്ങളല്ലേ കൗണ്ടർ പറയുന്ന വേറൊന്നും വിചാരിക്കില്ല, വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ പറയാം. കാരണം ഇപ്പോഴുള്ള ഒരു
ഈ ഇന്റർവ്യൂകളുടെ ഒരു ഫോർമാറ്റില് സിനിമയെ പറ്റി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങൾ തന്നെ ഇടൂല. അപ്പൊ അതുകൊണ്ട് ഇത്തിരി തമാശയൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ മനഃപൂർവ്വം കരുതി ഹാസ്യം അക്ബലേ ഒന്ന് പൊതുവെ സൗണ്ട് കുറച്ചേ പറയുള്ളൂ. പറയുന്ന കൗണ്ടറുകളെ ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് കൗണ്ടർ പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല ഇപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നത്. ഡബ് ചെയ്യണം. വലിയ ആൾക്കാരിക്കുമ്പോ സംസാരിച്ച് അങ്ങനെയൊന്നുമില്ല. എങ്ങനത്തെ ക്യാരക്ടർ ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ഭയങ്കര അവിടെയും ടഫ് ആയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ടഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ പറയുന്ന പോലെ. ഇങ്ങനെ ചിലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ ടഫ് എല്ലാ പടത്തിലും എനിക്ക് കോമഡി ചെയ്യാനൊക്കെ തന്നെ ആഗ്രഹം. നമുക്ക് കോമഡി സിനിമകൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് നമ്മൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അടുത്തൊരു കോമഡി പറഞ്ഞു കോമഡി പടം ചെയ്തിട്ട് ചിരിപ്പിച്ചിട്ടുള്ളൂ ബാക്കി. അല്ല അപ്പൊ അതിലും കൂടി ഒരു പരാജയം തെളിയിച്ചിട്ട് വേണം. അല്ല അപ്പൊ ശരിക്കും അങ്ങനെ അതായത് മെസ്സേജ് എന്ന് ഉദ്ദേശിച്ച് ഞാൻ അതാ ഇങ്ങനെ എന്തെങ്കിലും നമ്മള് അതായത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഒരു 8 ലിറ്റർ പാല് സൊസൈറ്റി. അപ്പൊ ഓഡിയൻസിനോട് ഇനി എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് 27-ാം തീയതി റിലീസ് ആവാൻ പോവാണ്. അവര് പറയട്ടെ. ജയ്സൺ നിങ്ങളുടെ പറഞ്ഞ ഇവനെന്താ പറയാ, ഡബിൾ ധമാക്കയാണ് ഇവനിപ്പോ ഓണത്തിന് ഒരു ഉത്സവ പടമാണ് ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സ് ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ റിലീസാണത്. ബാഡ് ബോയ്സിന്റെ ഹിറ്റ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഗുമസ്തനിലായിരിക്കും. അതെ, താങ്ക് യു സാധിച്ചിട്ടാ. അപ്പൊ പറയൂ, പ്രേക്ഷകരോട് പറയൂ. നോക്കണം, തിയേറ്റർ തന്നെ കാണണം. ഉറപ്പായിട്ട് ഞങ്ങൾ ഒരു കാര്യം ഗ്യാരണ്ടി തരാം, നിങ്ങൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളെ എന്താ പറയുക, നിരാശപ്പെടുത്തില്ല, ഉറപ്പ്. ഞങ്ങള് കൈവെട്ട് കൈവശപ്പെട്ട ഒരു നിങ്ങളെല്ലാവരും എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ആണ്. അങ്ങനെയാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ പറഞ്ഞു, അതായത് ക്രൈം ത്രില്ലറിന്റെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ സിനിമയിൽ എങ്ങനെയാണ് പുള്ളി പകുതി വെച്ച് കട്ട് ചെയ്താൽ നല്ലതാണ്. ഒരു ഗ്യാരണ്ടി ഞാൻ കൊടുത്തു. ബിനോയ് പ്രസാദ് എന്ന് പറയുന്ന പയ്യനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കണേ. മ്യൂസിക് മ്യൂസിക് ഒക്കെയാണോ? പറയാൻ പറ്റില്ല അല്ലേ? ആദ്യം പേടിയുണ്ടായിരുന്നു ചെയ്യുമെന്നുള്ളത്, പക്ഷെ പിന്നെ ഇതൊരു ത്രില്ലർ പടത്തിൽ വന്നിരുന്നിട്ടാണ് ഈ കോമഡി. അതെ, അല്ല സത്യം പറഞ്ഞാല് ഞാൻ കൊറേ ക്വസ്റ്റ്യൻസ് ഇല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും ശരിയായില്ല. നമ്മൾക്കൊരു സാധനം ഇട്ട് തന്നിട്ട് കൃഷ്ണേന്ദ്ര ആലോചിക്കണം അടുത്ത് എന്ത് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ എല്ലാ സിനിമയുടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിലേ സിനിമ എത്രയായാലും നല്ലതാവുള്ളൂ. നമ്മള് നല്ലൊരു കഥയുണ്ട്, നന്നായി അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിലെ മ്യൂസിക്കും എല്ലാം ശരിയാണല്ലോ. അപ്പൊ ഇതിനൊക്കെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. മ്യൂസിക് ഉണ്ടല്ലോ, പിന്നെ നമ്മളത് ഓർക്കസ്ട്ര മാത്രം ഇട്ടാൽ മതിയല്ലോ. ആ പടത്തിന്റെ യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അത്രയും ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ അടിപൊളിയാവട്ടെ. 27-ാം തീയതി റിലീസ് ആവാൻ പോവാണ്. നിങ്ങളും ഈ ഓൺലൈൻ ടീമും എല്ലാവരും ഇപ്പൊ നിങ്ങളിത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, പക്ഷെ അതിന്റെ അപ്പുറം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളും നിങ്ങളുടെ മുമ്പിൽ കൊണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഓൺലൈനിൽ നിങ്ങൾ ഇത് ഇട്ട് തന്നാൽ മാത്രം നിങ്ങളുടെ കടമ കഴിയുന്നില്ല. നിങ്ങളും പോയി കാണണം, നിങ്ങളും രണ്ടുപേരോട് പറയണം, അത് ജെന്യൂൻ ആയിട്ട് പറയണം. അല്ല, ഇപ്പൊ നമ്മൾ സാധാരണ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഡീഗ്രേഡിങ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി അറിയാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്ത് നെഗറ്റീവ് കമന്റ്സ് പോലും വരാറുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പക്ഷെ ഇത് പറഞ്ഞിട്ട് അടിയിലിടരുത്. അങ്ങനെ ഇല്ലാത്ത എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു നല്ല സപ്പോർട്ടുകളുള്ള ആളുകളാണ് മുഴുവൻ പേര്. ഓഡിയൻസിന്റെ നല്ല സപ്പോർട്ട്. അല്ലാതെ നിങ്ങളുടെ സപ്പോർട്ട് എന്താണെന്നാ ഞാൻ പറയാൻ കാര്യം. നമുക്ക് വലിയ സിനിമകൾക്ക് ഞാൻ കണ്ടുവന്നേക്കുന്ന ഒരു രീതികളുണ്ട്, ഭയങ്കര സപ്പോർട്ട്, എല്ലാം ഓൺലൈൻകാരും അതേവരൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. ഇതുപോലത്തെ ചെറിയ സിനിമയും സപ്പോർട്ട് ചെയ്ത് വിജയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെ മനസ്സിലായില്ലേ പറഞ്ഞ? മനസ്സിലായി. അല്ല, ഞാൻ ഡീഗ്രേഡിങ്ങിനെ ചോദിക്കാൻ കാരണം ഒരുപാട് നല്ല സിനിമകള് പക്ഷെ ഭയങ്കര സ്റ്റാർ വാല്യൂ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ
ചില കമന്റ്സ് കൊണ്ടും അതായത് പോസ്റ്റ് കൊണ്ടൊക്കെ അതായത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നല്ല പ്രശ്നമായിരുന്നു. സംഭവിക്കാതിരിക്കട്ടെ. അതെ. അപ്പൊ എന്തായാലും സിനിമ അടിപൊളിയാവട്ടെ. 27-ാം തീയതി റിലീസ് ആവാണ്. എല്ലാരും പ്രേക്ഷകർ എന്തായാലും ഏറ്റെടുക്കട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.